നിങ്ങൾ വീരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 20 വർഷവും 220 കോടി രൂപയും ചെലവാക്കിയിട്ടുണ്ട് ഈ ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയിരുന്ന ഒരാൾ എങ്ങനെയാണ് പീപ്പിൾസിനിടയിൽ ഹീറോ ആയെന്ന് നിങ്ങൾക്ക് അറിയും. വെൽക്കം ടു 50 ഡേയ്സ് 50 സ്റ്റോറി സീരീസ് ഡേ 4. ഫോറസ്റ്റിന്റെ അടുത്തുള്ള വില്ലേജിലെ ആൾക്കാർക്ക് ഒരു ഉപജീവന മാർഗം എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഈ വില്ലേജിലുള്ള ലോക്കൽ പീപ്പിൾസിന് എങ്ങനെയാണ് സാൻഡിൽവുഡ്, അതായത് ചന്ദനമരം എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് വീരപ്പൻ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. ആൻഡ് മുറിക്കുന്നവർക്ക് നല്ലൊരു ശമ്പളവും കൊടുക്കാനായിട്ട് തുടങ്ങി. കാട്ടിനകത്തുള്ള ചന്ദനമരം മുറിക്കുന്നതുകൊണ്ട് തന്നെ പോലീസിനിടയിൽ ഒരു പിടികിട്ട പുള്ളിയായിരുന്നു വീരപ്പൻ. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിരുന്നത് ഈ ഒരു ലോക്കൽ പീപ്പിൾസ് ആണ്. കാരണം വേറൊന്നുമല്ല, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പോലീസ് ഈ വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽസിനെ നല്ല രീതിക്ക് ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. ലൈക്ക് യൂറിൻ കുടിപ്പിക്കുക, വുമണ്ണെ നേക്കഡ് ആയിട്ട് നടത്തിക്കുക, അതുപോലെ തന്നെ ലോക്കൽസിൽ ഒരുപാട് പേരെ കൊല്ലാനായിട്ടും തുടങ്ങി. പോലീസ് ലോക്കൽസിനെ അനിമൽസിനെ പോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ ലോക്കൽ പീപ്പിൾസിന് ഉണ്ടായിരുന്ന ഏക രക്ഷ വീരപ്പൻ മാത്രമായിരുന്നു. ആൻഡ് ഈ ഡേഞ്ചർ ആയിട്ടുള്ള ഓഫീസേഴ്സിനെ നേരിടാനായിട്ടുള്ള പവറും വീരപ്പന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ ലോക്കൽസിനെ രക്ഷിച്ചിരുന്നതും വീരപ്പനായിരുന്നു. സോ നിങ്ങൾ പറയും ഈ കഥയിലെ വില്ലൻ വീരപ്പനായിരുന്നു അതോ പോലീസായിരുന്നു എന്ന്? ആൻഡ് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാം.